നമസ്കാരം. 2023 ഒക്ടോബർ മാസം വിറ്റഴിച്ച കാറുകളുടെ മൊത്തത്തിലൊരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റഴിച്ചത് മാരുതി സുസുക്കി തന്നെയാണ്. എന്നാൽ ഓരോ മോഡൽ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മാരുതി സുസുക്കിക്ക് തന്നെയാണ്. രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കാറ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാറാണ്. ഒരുപാട് ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയ കാറാണ്. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ വിൽപ്പന ആ കാറിന് തന്നെയാണ്. 20,555 യൂണിറ്റുകൾ 2023 ഒക്ടോബർ മാസം ഈ വാഹനം വിറ്റഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക മോഡൽ വിറ്റഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ്. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സ്വിഫ്റ്റിൻ്റെ 4th ജനറേഷൻ രാജ്യവ്യാപകമായിട്ട് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലൊക്കെ വെച്ചിട്ട് ഈ വാഹനത്തിൻ്റെ ക്യാമോഫ്ലാജ് ചെയ്തിട്ടുള്ള ഒരുപാട് മോഡലുകൾ എക്സ്ട്രീം ആയിട്ടുള്ള ടെറൈനിൽ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ലീക്സൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്വിഫ്റ്റിന് ഇത്രത്തോളം ജനപ്രീതി? എന്താണ് ഇനി വരാൻ പോകുന്ന സ്വിഫ്റ്റിൻ്റെ പ്രത്യേകത? തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ലെങ്ത്തിലും അതുപോലെ വിഡ്ത്തിലും ഹൈറ്റിലും ഈവൻ ഡയമെൻഷൻസിൽ വരെ യാതൊരുവിധ ചേഞ്ചും 4th ജനറേഷൻ സ്വിഫ്റ്റിന് ഇല്ല എന്നുള്ളതാണ്. നിലവിലുള്ള സ്വിഫ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇന്നിപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഒരുപാട് എക്സ്ട്രീം ആയിട്ടുള്ള ടെറൈനിൽ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ക്യാമോഫ്ലാജ് ചെയ്തിട്ട് അതിൻ്റെ ഇമേജുകളും അതുപോലെ തന്നെ വീഡിയോസും ലീക്ക് ആവുന്നുണ്ട്. അതിനർത്ഥം 2024 ഫസ്റ്റ് ക്വാർട്ടറിൽ എക്സ്പെഷ്യലി ഫെബ്രുവരി മാസം ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് എന്തായാലും ഉണ്ടായിരിക്കും. മാർച്ച് ഏപ്രിലോട് കൂടി ഈ വാഹനത്തിൻ്റെ ഡെലിവറി, ഈവൻ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. എന്താണ് സ്വിഫ്റ്റിന് ഇത്രയും അധികം ജനപ്രിയമാക്കുന്നത്? സ്വിഫ്റ്റിന് കുറച്ച് പോരായ്മകളുണ്ട്, അത് തീർച്ചയാണ്. മാരുതി തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഇനി മുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചേ മതിയാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഭാരത് എൻക്യാപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കും മാരുതിയുടെ വാഹനങ്ങൾ 3 സ്റ്റാർ റേറ്റിംഗ് പോലും നേടിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ വാഹന നിർമ്മാണ മേഖലകളിലും അല്ലെങ്കിൽ വിപണിയിലും ശക്തമായിട്ടുള്ള വില മാരുതി കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്? അതിന് പിന്നിൽ പ്രധാനമായിട്ടും നമ്മളൊരു സർവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂ ജനറേഷനിൽപ്പെട്ട എല്ലാ ആൾക്കാരും, ന്യൂ ജനറേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ വാഹന നിർമ്മാണ മേഖലകളിലെയും അല്ലെങ്കിൽ വാഹനത്തിനെ കുറിച്ച് അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാർ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും പ്രയോറിറ്റിയിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്ഥാനം കൊടുക്കുന്നത് ബിൽഡ് ക്വാളിറ്റിയാണ്, സേഫ്റ്റിയാണ്. മാരുതി തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് 4th ജനറേഷൻ സ്വിഫ്റ്റിലേക്ക് വരാം. ഈ വാഹനത്തിൻ്റെ ലോഞ്ച് 2024 ഫെബ്രുവരിയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ടോക്കിയോ ഓട്ടോ ഷോയിൽ കണ്ട സെയിം വാഹനം തന്നെയാണ് വരുന്നത്. കോസ്മെറ്റിക് ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും അന്ന് അവിടെ കണ്ട വാഹനവുമായിട്ട് ഉണ്ടാവുകയില്ല. ഫ്രണ്ടിലെ LED ഹെഡ്ലൈറ്റുകൾ വരുന്നുണ്ടായിരിക്കും. ബാക്കിലാണെന്നുണ്ടെങ്കിലും LED ബ്രേക്ക് ലൈറ്റുകൾ വരുന്നുണ്ട്. സ്കിഡ് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് സ്പോർട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിൽ C ഷേപ്പ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ചേഞ്ചുകളും അല്ലെങ്കിൽ ഒരു മുഖം മിനുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ടുള്ള വ്യത്യാസത്തിൽ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് 16 ഇഞ്ച് അലോയ് വീൽസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലോയ് വീൽസ് അല്ലെങ്കിൽ വീൽ സൈസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോമിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല, ഡയമെൻഷത്തിൽ വ്യത്യാസവുമില്ല. ഈവൻ എൻജിൻ ബേ നമ്മളത് തുറന്നു നോക്കുമ്പോൾ അവിടെയാണ് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വരാൻ പോകുന്നത്. അത് ഇമ്പ്രസീവായിട്ടുള്ളൊരു മാറ്റമാണ്. നിലവിൽ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് G സീരീസ് എഞ്ചിനായിരുന്നു മാരുതിക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് K സീരീസ് വന്നു. അതെല്ലാം 4 സിലിണ്ടർ എഞ്ചിനുകളായിരുന്നു. അതിൽ നിന്നും ഇനി വരാൻ പോകുന്ന ഒരു 3 സിലിണ്ടർ Z സീരീസ് എഞ്ചിനാണ്. അത് Z12E എന്നൊക്കെ പറയുന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു കോഡ് നെയിം തന്നെയായിരിക്കും അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ ഓടിച്ചാലും ഈ വാഹനത്തിന് ഇനി 28 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. അത് 100% ഷുവറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് അലൂമിനിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. എഞ്ചിൻ്റെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്, കോമ്പാക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല എഞ്ചിൻ കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിട്ടുണ്ട്. സ്മൂത്ത് എന്ന് ഞാൻ പറയുന്നത് സാധാരണ 3 സിലിണ്ടർ എഞ്ചിനൊക്കെ, ഇപ്പോൾ ടാറ്റയുടെയൊക്കെ 3 സിലിണ്ടർ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അരപ്പായിരിക്കും, അല്ലെങ്കിൽ റിഫൈൻഡ് അല്ലാത്തൊരു ഫീൽ നമുക്കുണ്ടായിരിക്കും. എന്നാൽ മാരുതി എന്ന് പറയുന്നത് ദേ ആർ എക്സ്ട്രീംലി ഗുഡ് അറ്റ് ദീസ് കൈൻഡ് ഓഫ് പ്രോസസ്സ്. അപ്പോൾ നമ്മളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് 3 സിലിണ്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മാരുതിയുടെ 3 സിലിണ്ടറുകൾ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിരിക്കും, അതായത് കുറച്ചും കൂടെ സൈലൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. കാരണം ഈ ഒരു വാഹനത്തിന്, അതായത് ടോക്കിയോ ഓട്ടോ ഷോയിൽ കണ്ടിട്ടുള്ള വാഹനത്തിൻ്റെ എഞ്ചിൻ ബേ നോക്കുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ഡാമ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും
അവിടെ ഇല്ല. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മാരുതിയുടെ ഏത് വാഹനം എടുത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എൻജിൻ സൈഡ് എന്ന് പറയുന്നത് ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് എന്ന് പറഞ്ഞിട്ട് മാരുതിയുടെ സെഡ് സീരീസ് എഞ്ചിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. വളരെ മികച്ച എഞ്ചിനായിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് സെഡ് സീരീസ് എഞ്ചിൻ എന്ന് ആണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മൈലേജ് വളരെയായിട്ടും എൻഹാൻസ് ചെയ്യും. കാരണം നിങ്ങളിപ്പോൾ കുറച്ചൊരു പെട്രോൾ അടിച്ച് എന്ന് വിചാരിക്കുക, ആ പെട്രോൾ തീരില്ല, അത്രയും മൈലേജ് ആയിരിക്കും ഈ ഒരു വാഹനത്തിന് വരാൻ പോകുന്നത്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെ പുകഴ്ത്തി കഴിഞ്ഞാലും സേഫ്റ്റി സൈഡ് സ്വിഫ്റ്റിൻ്റെ കേസിൽ, എക്സ്പെഷ്യലി സ്വിഫ്റ്റിൻ്റെ കേസിൽ മാരുതി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി മെലിയാനില്ല എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു അവസ്ഥയിലാണ്. ഇനിയും വാഹനത്തിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ തിക്നെസ് കുറയ്ക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വാഹനത്തിൻ്റെ ബോഡി ഇല്ലാതെ വണ്ടി ഇറക്കുക, ആ ഒരു രീതിക്കായിരിക്കും. ഒരു നർമ്മം കലർത്തി ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചെങ്കിലും ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവനാണ് ഏറ്റവും പ്രഷ്യസ്. അപ്പോൾ തീർച്ചയായിട്ടും മാരുതി ഇനി ഭാരത് എൻക്യാപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുറപ്പാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം സ്ട്രോങ് ഹൈബ്രിഡിൽ ഇന്ത്യയിൽ വരില്ല. അത് സ്മാർട്ട് ഹൈബ്രിഡിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഒരു 48 വോൾട്ടിൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ ഒരു ആൾട്ടർനേറ്റർ സിസ്റ്റവും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും. എങ്ങനെ നോക്കിയാലും അവർ ക്ലെയിം ചെയ്യാൻ പോകുന്ന മൈലേജ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഈവൻ 30ക്ക് എബോ ആണെങ്കിൽ പോലും അതിശയപ്പെടേണ്ട കാര്യമില്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്താ പറയുന്നത്, പെട്രോളിൻ്റെ വില കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും മൈലേജ് നൽകുന്ന ഈ ഒരു കോമ്പാക്റ്റ് സൈസിലുള്ള ഒരു ചെറിയ കാർ, അതും ഇത്രത്തോളം ജനപ്രിയമായിട്ടുള്ളൊരു കാറ് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും കോസ്റ്റ് കട്ടിങ് അല്ലെങ്കിൽ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണല്ലോ ഇന്ത്യ. അതുകൊണ്ട് തന്നെ 360 ഡിഗ്രി ക്യാമറയും അഡാസ് ഫെസിലിറ്റി ഒന്നും ഇന്ത്യയിൽ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ബലീനോയുടെ താഴെ നിൽക്കേണ്ട ഒരു വാഹനമാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം ബലീനോ എന്ന് പറയുന്നത് i20 ആയിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് വാഹനമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പ്രൈസ് വളരെ കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടി നോക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇപ്പോൾ എല്ലാവരും ഒരു മാർക്ക് ഉയർത്തുന്നത്. മാരുതിയുടെ ഈ വാഹനം മാത്രമല്ല, മിക്കവാറും ഏത് വാഹനം നമ്മൾ നോക്കിയാലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ട്, ഈവൻ ജിംനിയിൽ വരെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയിപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിനിമം ഒരു 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനം മാത്രമേ വിൽക്കാൻ പറ്റുമുള്ളൂ. അങ്ങനെ ഒരു നിയമം വന്നാൽ മാത്രമാണ് ഈ വാഹന നിർമ്മാതാക്കളും ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് ഈ ഒരു വിഷയത്തെ തന്നെ നോക്കിക്കാണുകയുള്ളൂ. കാരണം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വന്നാൽ മാത്രമാണ് സേഫ്റ്റി കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ലോഞ്ച് വളരെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. 2024 ഫസ്റ്റ് ക്വാർട്ടർ, അതായത് 24 ഫെബ്രുവരിയോട് കൂടി ഇതിൻ്റെ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഈ വാഹനത്തിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സെഡ് സീരീസ് എഞ്ചിനാണ്. മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു മികച്ച എഞ്ചിനാണ്. 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസിലും നമ്മളിപ്പോൾ ടാറ്റയുടെ നെക്സോണിൻ്റെ ഒക്കെ കേസ് പറയാൻ, പെട്രോളിൻ്റെ കേസൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ 3 സിലിണ്ടർ എഞ്ചിനാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ അങ്ങനെ പറയില്ല. കാരണം അതൊരു മികച്ച എഞ്ചിനാണ്, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് കമ്പയർഡ് ടു ദ അതർ 3 സിലിണ്ടർ എഞ്ചിൻസ്. അപ്പോൾ നമ്മൾ അത് നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്, കമ്പാരിറ്റീവ്ലി റിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. നമുക്ക് പോക്കറ്റ് കാലിയാവാതെ കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു എഞ്ചിനാണിത്. ഇനി സ്ട്രോങ് ഹൈബ്രിഡ് ഇന്ത്യയിലേക്ക് വരില്ല, സ്മാർട്ട് ഹൈബ്രിഡ് തന്നെ വരുവുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 360 ഡിഗ്രി ക്യാമറ ഉണ്ടാവില്ല. അത് മാത്രമല്ല അഡാസ് ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാകില്ല. വാഹനത്തിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. മാരുതി എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ ഡീൽ ചെയ്യുന്നത് എന്ന് മാത്രമാണ് നമുക്കിനി അറിയാനുള്ളൂ. ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക. കാരണം മികച്ച ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. സേഫ്റ്റി കാര്യത്തിൽ മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അത് വളരെ വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ സ്വിഫ്റ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇനി വരാൻ പോകുന്നത് മികച്ച ഒരു എഞ്ചിനോട് കൂടിയ ഒരു വാഹനമാണ്. അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുമടുത്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് മടുത്ത ലാഗുള്ള AMD ട്രാൻസ്മിഷൻ ആകാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് CVTയിൽ അവൈലബിൾ ആകാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ CVT വരികയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച സെയിലായിരിക്കും ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും മാരുതി അങ്ങനെ ഒരു പ്ലാനിങ്ങിലുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. AMD എന്തായാലും ഉണ്ടായിരിക്കും. ഇൻ അഡീഷൻ ടു ദാറ്റ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് CVTയിലും അവൈലബിൾ ആകും തീർച്ചയായിട്ടും. അപ്പോൾ പ്രൈസിൽ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വിവരങ്ങളൊക്കെ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ചാനലിൽ തരുന്നുണ്ട്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.